പ്രിയമുള്ളവരെ, നമസ്കാരം. എൻ്റെ പേര് മജീഷ്യൻ ഡോക്ടർ ആചാര്യ. മാജിക്കിലെ നമ്മൾ മാജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂപ്പർ സ്കിൽ മാജിക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ മാജിക്കിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുള്ള സ്കില്ലായിട്ടുള്ള മാജിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്ഥലം വടക്കാഞ്ചേരിയാണ്. ഈ രംഗത്ത്, ഈ മാജിക് രംഗത്ത് ഏകദേശം 35 വർഷത്തോളമായിട്ട് മാജിക് രംഗത്ത് പ്രവർത്തിച്ചു. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് 3 റോപ്സ്, 3 ചരടുകളെ ഉള്ള ഒരു വിദ്യയാണ് ചെയ്യാൻ പോകുന്നത്. ആ വിദ്യയിലെ 3 ചരടുകളെ നില പരിചയപ്പെടുത്തുക. ഒരു ചെറിയൊരു ചരട്, അതിനേക്കാൾ വലിയൊരു ചരട്, അതിനേക്കാൾ വലിയൊരു ചരട്, മൊത്തം 3 ചരടുകളാണ്. ഈ 3 ചരടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലെങ്താണ്, വ്യത്യസ്തമായിട്ടുള്ള 3 ചരടുകളാണ്. ഈ ചരടുകളിൽ ഞാൻ നിങ്ങളെ ഏറ്റവും ചെറിയ ചരടിന് ഏറ്റവും ചെറിയ ചരട്, അതിനുശേഷം രണ്ടാമത്തെ റോപ്പ്, പിന്നെ മൂന്നാമത്തെ റോപ്പ്, അതായത് ഏറ്റവും വലിയ ചരട്. മൊത്തം 6 ends, 6 തലകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 6 തലകൾ ഡിഫറെൻ്റ് ആയ ലെങ്ത്തുള്ള റോപ്സുകളാണ്. മാജിക്കിൽ ഒരു മന്ത്രമുണ്ട്. മാജിക് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന മന്ത്രമാണ് അബ്രഹാം ഫോക്കസ് ഫോക്കസ്. ഇതാണ് മാജിക്കിൽ വേൾഡിൽ ഉപയോഗിക്കുന്ന മന്ത്രമാണ്. മാജിക് പറഞ്ഞ തികച്ചും സയൻസ് ആണ്, പ്രാക്ടീസ് ആണ്. ശ്രദ്ധിച്ചു നോക്കുക. 3 തലകളും 3 തലകൾ, അങ്ങനെ മൊത്തം 6 തലകൾ കയ്യിലേക്ക് എല്ലാം 1, 2, 3 ഈക്വൽ സൈസ് ആയിട്ട് എല്ലാം ഒരേ വലിപ്പമാണ്. നമുക്ക് ഡൗട്ട്സ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണണം എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 1 ഒരു ചരട്, അതിനുശേഷം നെക്സ്റ്റ് 2, 3, ടോട്ടൽ 3 റോപ്സ്. ഇനി വീണ്ടും നമ്മുടെ മാജിക് തീരുന്നില്ല. ഈ മാജിക്കിന്റെ പ്രത്യേകത ഈ 2 ചരടുകളെ എടുത്തുകൊണ്ട് മജീഷ്യൻ ഈ 2 തലകളിൽ ഏതെങ്കിലും ഒരു തലയിൽ ഇൻവിസിബിൾ ഗം എന്ന് പറയും. മജീഷ്യൻ ഒന്നെങ്കിലും പറഞ്ഞാൽ ഇൻവിസിബിൾ ഗമാണ്, പശയാണ്. അത് വെച്ച് നമ്മൾ വലിയ ചടയാണ്. ശേഷം ഇതിനടുത്ത് നമ്മൾ കെട്ട് കിട്ടണം. കെട്ടെന്ന് പറയുമ്പോൾ നോട്ട്, ഗാട്ട്, ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒരു കെട്ട് നമ്മൾ ഒരു കെട്ടുണ്ട്. ഈ കെട്ടിന്റെ പ്രത്യേകമാണ്, കെട്ട് മൂവ് ചെയ്യുന്നത് കെട്ടാണ്, മൂവ് ചെയ്യുന്നത് കെട്ടാണ്. അതിനുശേഷം മനുഷ്യൻ വെറുതെ ഓടുന്ന സമയത്ത് ഇത് കയ്യിൽ നിന്ന് താഴോട്ട് പോയി ഇത് നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഈ ചരടുകളെ പരിശോധിക്കാവുന്നതാണ്. മൊത്തം പരിശോധിക്കാവുന്നതാണ്. സാധാരണ ചരട് മാത്രം. നമ്മൾ അടുത്തായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു പേപ്പറാണ്. ഞാൻ നമ്മളൊരു പേപ്പർ പരിചയപ്പെടുത്തുകയാണ്. ഈ പേപ്പറിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു കഷ്ണം സാധാരണ ന്യൂസ് പേപ്പറാണ്. ഈ ന്യൂസ് പേപ്പർ ഞാൻ കത്തിക്കാം. ശ്രദ്ധിക്കുക, ഈ ന്യൂസ് പേപ്പർ ഞാൻ കത്തിക്കാം. നമ്മുടെ ഇന്ത്യൻ രൂപ പരിശോധിക്കാൻ പ്രിയമുള്ളവരെ, നമ്മളിനി കാണാൻ പോകുന്നത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ഒരു ടിഷ്യൂ പേപ്പർ മജീഷ്യൻ ഈ ടിഷ്യൂ പേപ്പറിനെ നിങ്ങൾ പരിചയപ്പെടുത്തുക. ഇതിന്റെ നിറം എന്താണ്? വെള്ളയാണ്, വൈറ്റ് കളറാണ്. സ്വാഭാവികമായി നമ്മൾ വെയിറ്റിൽ തന്നെ വെള്ള കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറ്റാണ് ഏറ്റവും വളരെ നിറമാണ്. വെള്ളയാണ്. വെള്ള, ചുവപ്പ്, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ, ഇതൊക്കെ നിറങ്ങൾ തന്നെയാണ്. എങ്കിൽ കൂടി തന്നെ വെള്ളയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ മജീഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടിഷ്യൂ പേപ്പറിനെ ചവയ്ക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, ടിഷ്യൂ പേപ്പറിനെ ചവയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു പീസ് എടുത്ത് ഞാൻ വായിൽ വെച്ചു.
ഓക്കെ, താങ്ക്സ്. ശേഷം നമ്മൾ അടുത്ത മാജിക്കിലേക്ക് കിടക്കുകയാണ്. അടുത്ത മാജിക്കിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നത് നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വായനാശീലമാണ് ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് ദിവസവും വായന വളരെ എന്താണ്, പ്രത്യേകിച്ച് പത്രങ്ങൾ വായിക്കുക. ഏതെങ്കിലും ഒരു പത്രം ദിവസവും വായിക്കുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത്. ഇന്നത്തെ തലമുറയിൽ ഒരുപാടായിട്ട് കോവിഡിന് ശേഷം ഒരുപാട് കുട്ടികളിൽ സമൂഹത്തിലും മൊബൈലിനോടുള്ള ഒരു അഡിക്ഷൻ വളരെ കൂടുതലായിട്ട് വരുന്നതിൻ്റെ കാരണമുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമായിട്ട് പോകുമ്പോൾ വായനാശീലം കുറയുന്ന ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു രീതിയിൽ വെച്ചുകൊണ്ട് ഒരു പേപ്പർ വെച്ചുകൊണ്ട്, ഇന്നത്തെ ന്യൂസ് പേപ്പർ വെച്ചുകൊണ്ട്, ഇന്നത്തെ പത്രം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു മാജിക്കാണ് ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു പത്രമാണ്. ഈ പത്രത്തിൻ്റെ ഹെഡിങ് കട്ടത് തന്നെ സ്വപ്നമോഷണം സ്ഥിരീകരിച്ച് ഹൈക്കോടതി, മലയാള മനോരമ. അങ്ങനെയാണ് നമ്മുടെ ഈ പത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വായിച്ചു. അത് ഇതിന് ഇപ്പുറത്ത് കേറിയ ഗുരു, ആത്മകഥ, ഇതെല്ലാം ഉണ്ട്. പത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിനുശേഷം ഇതിന് ഓരോ പേജുകളുണ്ട്. ഒരു പത്രം എന്ന് പറയുമ്പോൾ അതിൽ പേജുകളായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡേറ്റ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഡേറ്റ് 7-ാം തീയതിയാണ്, ഇന്നത്തെ ഡേറ്റ് ആണ്. ഡേറ്റ്. അതിനുശേഷം മജീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്രത്തെ, ഈ പത്രത്തെ മജീഷ്യന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അപ്പോൾ ഇതാണ് പത്രം. ഓക്കെ, ഞാൻ വീണ്ടും നിങ്ങൾക്കായിട്ട് വീണ്ടും ഇതിനെ ഒരു പീസ് കൂടിയാണ് വീണ്ടും പീസ്. എത്ര പീസുകളായെന്ന് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എല്ലാവരും എണ്ണിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ പീസുകളായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇതിലേക്ക് വരുന്നു. ഓക്കെ, ഏകദേശം എത്ര പീസുകളായിട്ടുണ്ടാവും? നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് പറയാം ഏകദേശം എത്ര പീസുകളായിട്ടുണ്ടാവും എന്ന് പറയാം. ചിലപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഇത് എത്രയോ പീസ് ആയിട്ടുള്ളതിൽ ഒരു പ്രത്യേക കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രീതിയിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടാവുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പത്രം ദിവസം വായിക്കണം. പത്രം വായിക്കുന്നതിലൂടെയാണ് നമുക്ക് പ്രത്യേകമായ രീതിയിലുള്ള അറിവുണ്ടാകുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അബ്ര കടബ്ര ഫോക്കസ് ഫോക്കസ് ഗില്ലി ഗില്ലി. അതിനുശേഷം ഞാൻ ഈ പത്രത്തെ വീണ്ടും അതേ സെയിം ന്യൂസ് തന്നെ വീണ്ടും വായിക്കും. ഓക്കെ, ഈ പേജ് കോപ്പർഷിക്കറ ചെയ്യുന്ന കട്ടത് മലയാളം വീണ്ടും മറ്റേ പേജ്. ഒരു സന്ദേശം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ചുവന്ന പൂവിനെയാണ് കാണുന്നത്. ചുവന്ന പൂവ്, ഇതിലൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ രക്തദാനം മഹാദാനം. രക്തദാനമാണ് മഹാദാനം. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദാനമാണ് രക്തദാനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ രക്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു രക്തദാതാവിന് വേണ്ടിയിട്ടുള്ള രക്തം ഡൊണേഷൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഉദ്ദേശിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. മാജിക് ഓൺലി അബ്രാകഡബ്ര ഫോക്കസ് ഗില്ലി. ഇതിൽ 4 കാര്യങ്ങളാണ്. ഇപ്പം ഈ 4 കാര്യങ്ങളിൽ നമ്മൾ അർത്ഥമാക്കുന്നത്, ഒന്ന്, ഇതൊരു പൂവാണ്. ദിവസവും ധാരാളം വെള്ളം കുടിക്കണം. അതായത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം സാധാരണമായ ഒരു വ്യക്തി എന്നുള്ളതാണ്. അഡക്ട്സായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളിൽ കൃത്യമായി നടക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി വെള്ളം കുടിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. രണ്ടാമതായി, നല്ല ആരോഗ്യപരമായ വൈറ്റമിൻസ് ഉള്ള
പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ അടങ്ങുന്ന ഭക്ഷണം ദിവസവും നമ്മുടെ ആഹാരത്തോടൊപ്പം ഉൾപ്പെടുത്തണമെന്നൊരു സന്ദേശമാണ് അതിലൂടെ നമ്മൾ നൽകുന്നത്. അതിനുശേഷം മൂന്നാമതുള്ള ഈ പൂവിനെ കൊണ്ട് നമ്മൾ സന്ദേശം നൽകുന്നത് ദുശ്ശീലങ്ങൾ, മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങളിൽ നിന്ന് മോചിതരായി ഇരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ, ശാരീരികമായ പ്രവർത്തനങ്ങളെയും സുഖങ്ങളെയും സന്തോഷപരമായി ജീവിക്കാൻ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യണം, മദ്യം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് നമ്മുടെ പുതിയ തലമുറയോട്, കൊച്ചു കൂട്ടുകാരോട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ലഹരി ബോധവൽക്കരണ സന്ദേശമാണ്. അവരെ ലഹരിയിലേക്ക് പോകാതെ അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ പുതിയ ഒരു ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന സന്ദേശമാണ് നമ്മുടെ ഈ 4 പൂവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനേ നിങ്ങളെ 3 ചരടുകളെ തന്നെ പരിചയപ്പെടുത്തും. 3 ചരടുകളെ വ്യത്യസ്ത വലുപ്പമുള്ള ചരടുകളല്ല, ഇത് എല്ലാം ഈക്വൽ സൈസുള്ള ചരടുകൾ. നമ്മുടെ നമ്മളൊരു സന്ദേശം പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗാസയിലെ യുദ്ധം, ഗാസ. അപ്പോൾ പിഞ്ചോമനകളായ കൊച്ചുകൂട്ടുകാർ 40% മരണപ്പെട്ടവരിൽ 40% കുട്ടികൾ തികച്ചും നിരപരാധികളായവരാണ് ഈ കുട്ടികൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ യുദ്ധം സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിന് നമ്മൾ ഒത്തൊരുമിക്കേണ്ടതുണ്ട് എന്നൊരു സന്ദേശമാണ് ഞാൻ അടുത്ത മാജിക്കിലൂടെ നിങ്ങളോട് നൽകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഒരു മഞ്ഞ ചരടിനെ എടുക്കും. ഈ മഞ്ഞ ചരടിനെ എടുത്ത് ഞാൻ ഒരു കെട്ട് കിട്ടുകയാണ്. ഒരു കെട്ടാണ് കെട്ട് കെട്ടി. ഇത് യെല്ലോ. അതിനുശേഷം ഒരു ചുമന്ന ചരടാണ്. ഈ ചുവന്ന ചരടിനെ കെട്ടിയിരിക്കുകയാണ്. കെട്ടിയതിന് ശേഷം അത് ആ കെട്ടൊന്ന് നോക്കുകയാണ്. മൊത്തം 2 ചരടുകളെ നമ്മൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 3ാമത്തെ ചരടിനെ കൂട്ടിക്കെട്ടുകയാണ്. 3ാമത്തെ ചരടിനെ കൂട്ടിക്കെട്ടുന്നു. 3ാമത്തെ ചരടിനെ കൂട്ടിക്കെട്ടുന്നു. മൊത്തം 3 ചരടുകൾ. അതിൽ 3 ചരടുകളെ കൂട്ടിക്കെട്ടി ഒരേ മാല മാതിരി നമ്മൾ 3 ചരടുകളെയും നമ്മൾ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആവശ്യം എന്താണെന്ന്, നമുക്ക് ഒത്തൊരുമിച്ച് പോകലാണ് നമ്മുടെ ആവശ്യം. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കലല്ല ആവശ്യം. നമുക്ക് ഒത്തൊരുമിച്ച് ജീവിതത്തിലെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഒത്തൊരുമിച്ച് ജീവിച്ച് പോകേണ്ട ഒന്നാണ് എന്നാണ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പ്രത്യേകമായിട്ട് അതിനെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണമെന്നൊരു സന്ദേശം ഈ മാജിക്കിലൂടെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇതിൽ 3 ചെയിൻസുകൾ, ഈ 3 ചെയിൻസുകളെ മജീഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ര കടബ്ര ഫോക്കസ് ഫോക്കസ് ഗില്ലി ഗില്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചരടുകളെ നിങ്ങളുടെ മുമ്പിൽ One, 2, 3 drops. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മജീഷ്യൻ നൽകുന്ന സന്ദേശം. നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നൊരു സന്ദേശമാണ് ഈ മാജിക്കിലൂടെ നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ കണ്ട മാജിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ പ്രത്യേകമായിട്ട് അടിപൊളി മാജിക്കുകളുമായിട്ട്, കൂടുതൽ ട്രിക്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.